ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അതിന് ചട്ടി വെച്ചു, ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതൊന്ന് മൂപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. ഇത്ര കോഴിക്ക് ഇത്ര സവാള അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരു കൈക്കണക്കാണ്. സവാള ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. സവാളയിൽ ഉപ്പിട്ട് വാട്ടുമ്പോൾ വേഗം വാടി കിട്ടും, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നല്ലോണം വാടി വരട്ടെ. തീ കുറച്ചിട്ടിട്ടാണ് കേട്ടോ വാട്ടുന്നത്. നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ഇളക്കി അതൊന്ന് വാടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനകത്തേക്ക് ഇടുന്ന പൊടികളെല്ലാം ഞാൻ വറുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് പൊടികൾ ഇട്ടിട്ട് അത് വറുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ കുറച്ചൊരു കളറ് കിട്ടും. നേരെ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വെളുത്തിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് ചേർത്ത പൊടികൾ ഇതൊക്കെയാണ്: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇതൊക്കെയാണ് ചേർത്തേക്കണേ കേട്ടോ. ഇവിടെ കുരുമുളക് പൊടി ഇല്ല കേട്ടോ, കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി അതിനകത്തേക്ക് നമുക്ക് കഴുകി വാരി വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ ഓൾറെഡി വെള്ളമായിട്ട് വരും. അതുകൊണ്ട് വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ട് ഇളക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ താഴെ വെക്കാണ്. താഴെ വെച്ചിട്ട് ആണ് ഇളക്കാൻ പോണത്. നല്ല ബുദ്ധിമുട്ടാണ് ഒരു കൈ കൊണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതേ കണ്ടോ, വെള്ളം ഓൾറെഡി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരണേ. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കേ.